ഹായ് ഹലോ ആൻഡ് വെരി വെരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. കുറേ നാളായിട്ട് സത്യം പറയാലോ, ഒരു 2-3 വർഷമായിട്ട് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്പയർഡ് ലുക്കിൻ്റെ പുറകിനായിരുന്നു. പിന്നെ ഇടയ്ക്ക് ടച്ച് വിട്ടു, പക്ഷേ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോന്നിങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്. കോൺടാക്ട് ലെൻസ്, ലിപ്സ്റ്റിക്ക്, നോസ് പിന്ന്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അങ്ങനെ ഫൈനലി ഞാനിത് ചെയ്യാൻ പോവാണ്. വേറൊന്നുമല്ല, ലുക്ക് ആക്ച്വലി സിമ്പിളായി കാണിക്കുകയാണെങ്കിൽ ഈ ഒരു പത്മാവത് ഫിലിമിൻ്റെ അകത്ത് കണ്ട ഈ ഒരു ലുക്ക്, അതിഥി റാവിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ സീനിൽ ഈ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അന്ന് ഭയങ്കര ഫ്രഷ് ആണ്, ഒരുപാട് മേക്കപ്പ് ഒന്നും ഇല്ല. കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കിയിരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല എങ്ങനെയായിരിക്കും ലുക്ക് വരാൻ പോകുന്നത്. കാരണം മിനിമൽ മേക്കപ്പ് ഉള്ള ലുക്ക് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പറ്റുന്ന പോലെ നോക്കാം അല്ലേ, വേറെ എന്താ പറയണ്ടേ. അപ്പം യെസ്, വിത്തൗട്ട് എനി ഫാദർ ഡ്യൂ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. നമ്മൾ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. അടുത്തത് മെയിനായിട്ട് വരുന്നത് ലെൻസ് ഇടുക എന്നുള്ളതാണ്. എനിക്ക് നല്ല പേടിയുണ്ട് ലെൻസ് ഇടാൻ കേട്ടോ. കാരണം ഞാൻ അധികം ലെൻസ് ഉപയോഗിച്ചിട്ടില്ല, വളരെ കുറച്ച്, ഒരു തവണ എന്തോ ലെൻസ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. എനിക്കിതൊക്കെ ഇടാൻ ഭയങ്കര പേടിയുള്ള കൂടല്ല കണ്ണിൽ ഇടുന്നതേ. ഈ ഒരു ലുക്കിന് വേണ്ടി ഞാൻ 2 വർഷം മുന്നേ എന്തോ വാങ്ങിച്ചതായിരുന്നു ഇത്. ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് വരാം. എനിക്ക് ക്യാമറയുടെ മുമ്പിൽ ലെൻസ് ഇടാൻ മാത്രം അത്ര എക്സ്പേർട്ട് അല്ല ഞാൻ. എനിക്കിത് കംഫർട്ടബിളായിട്ട് കുറച്ച് ടൈം എടുത്തിട്ടേ ഇടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എനിക്കിത് പറ്റില്ല. അപ്പം ഞാൻ എന്തായാലും ലെൻസ് കൂടെ ഇട്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ ഫൈനലി ഞാൻ ലെൻസ് വെച്ചു കേട്ടോ. ലെൻസ് വെച്ചപ്പോൾ ചേഞ്ച്, അത് എപ്പോഴും അങ്ങനെ ലെൻസ് വെച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വിച്ചിട്ട് പോലെ വേറൊരു കംപ്ലീറ്റ് ഫേസ് ആവും. കുറേയൊക്കെ എനിക്ക് എന്തായാലും ലെൻസ് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം ആ ഒരു പിക്ചർ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു. ക്ലോസപ്പിൽ വരുമ്പോൾ ഇതാട്ടോ കണ്ണ് വരുന്നേ. ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ല രസമുണ്ട് കാണാൻ. പൂച്ചക്കണ്ണ്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഇൻസൈഡിൻ്റെ ഈ ഒരു കളർ പാലറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് കളർ കറക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കളർ കറക്റ്റ് ചെയ്യാം. ജസ്റ്റ് പിമ്പിൾസ് ഉള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒക്കെ ഏരിയയിലൊക്കെ പിമ്പിൾ മാർക്കൊന്ന് ഹൈഡ് ചെയ്യാനായിട്ട്. അത് ഒത്തിരി പിമ്പിൾസ് ഇല്ല ഇപ്പം എൻ്റെ ഫേസിൽ, പിമ്പിൾ മാർക്കേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് അത് പിമ്പിൾസിൻ്റെ മേലെയും അതുപോലെ കണ്ണിൻ്റെ ഇവിടെയും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി വേണ്ട, ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നേരത്തെ നമ്മൾ ഉപയോഗിച്ച അതേ കളർ പാലറ്റിൽ നിന്ന് ഈ ഒരു കൺസീലർ കളർ വെച്ചിട്ട് നമ്മുടെ ഡാർക്ക് സ്പോട്ടിൻ്റെ അവിടെയും പിന്നെ നമ്മൾ കണ്ണിൻ്റെ അവിടെയൊക്കെ നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് ആ ഡിഫറൻസ് നല്ലതായിട്ട് അറിയാൻ പറ്റും. അപ്പം ഉണ്ടല്ലേ, നല്ല ഒരു നമ്മുടെ സ്കിൻ ടോൺ കംപ്ലീറ്റ് ആയിട്ട് മാച്ച് ആവും. എന്നിട്ട് ഈ ഒരു നൈക്കിന്റെ ഈ ഒരു കളർ പാലറ്റ് വെച്ചിട്ട് ആ ഒരു ഓർഡറിൽ, നമ്പർ ഓർഡറിൽ ഞാൻ ഈ ഒരു ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് കണ്ട നമ്പർ ജസ്റ്റ് ബേസ് ആയിട്ട് അപ്ലൈ ചെയ്യും, പിന്നെ ലെയർ ഓൺ ചെയ്യും ബാക്കി 2 കളേഴ്സ്. അങ്ങനെ നമ്മൾ ഐസ് സെറ്റ് ആക്കുക. വളരെ നാച്ചുറൽ ആയിട്ട് കേട്ടോ, ഭയങ്കര ഓവറായിട്ടൊന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ, ഈ ഒരു മേബിലിൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ വെച്ചിട്ട് ലൈറ്റ് ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഐബ്രോ കിറ്റ് വെച്ചിട്ട് ഐബ്രോ സെറ്റ് ആക്കുക കേട്ടോ. ഐബ്രോ അത്യാവശ്യം നോക്കി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് താഴെയും കൂടി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ണിന്റെ താഴെയായിട്ട് ഈ ഒരു ഐ ഷാഡോ പാലറ്റിലെ ഈ ഒരു കളർ വെച്ചിട്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ബ്ലൂ ഹെവന്റെ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫൗണ്ടേഷൻ മാത്രം ഇട്ടാൽ ഭയങ്കര പെയിലായിട്ടിരിക്കും ഫേസ്. അപ്പോൾ കുറച്ചൊന്ന് ഫീച്ചേഴ്സ് കുറച്ചുകൂടി ഒന്ന് കാണാനായിട്ട് ബ്ലഷ് നല്ലതായിരിക്കും. പിന്നെ ഇൻസൈറ്റിന്റെ ഈ ഒരു പൗഡർ വെച്ചൊന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് വന്നിട്ട് ഇത് ഞാൻ റിസർച്ച് ചെയ്ത് ഇതിനു വേണ്ടി, ഈ ലുക്കിന് വേണ്ടി കണ്ടുപിടിച്ച ഇൻസൈഡിന്റെ ലിപ്സ്റ്റിക് ആയിരുന്നു. പക്ഷെ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ സെഡ് ആയിപ്പോയി. ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്യുന്നു, ഒരു സുഖമില്ല, ഒരു രസമില്ല കാണാനായിട്ട്. പിന്നെ ഞാൻ ഇൻസൈറ്റിന്റെ തന്നെ, ഇത് എന്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ലിപ്സ്റ്റിക് ആയിരുന്നേ, അതെടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്തു. ഇതൊരു പീച്ച് ബ്രിക്ക് കൈൻഡ് ഓഫ് നല്ലൊരു ഷെയ്ഡാട്ടോ. ഇത് അപ്ലൈ ചെയ്തപ്പം കുറച്ചുകൂടി ഒരു രസം തോന്നി, ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം ഞാൻ ഹാപ്പി ആയി. പിന്നെ എന്നിട്ട് അതിനുശേഷം നമ്മൾ മസ്കാര ഇടുന്നുണ്ട്. ഇത് ഇൻസൈഡിന്റെ ഒരു മസ്കാരയാ. ഞാൻ പേടിച്ചോട്ട് ഇടുന്ന, ലെൻസ് ഉള്ളതുകൊണ്ട് എങ്ങാനും ലെൻസിൽ തൊട്ട് എന്തെങ്കിലും എന്റെ കണ്ണ് എന്തെങ്കിലും പറ്റിയാലൊന്നും പേടിച്ചിട്ടത്. പിന്നെ നമ്മൾ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഇനി ഹെയർ ആട്ടോ. ഹെയർ ഒന്നും ഇല്ല, മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് ഒന്ന് ഞാനിങ്ങനെ മിഡിൽ പാർട്ടീഷൻ റഫായിട്ട് എടുത്തിട്ട് ചുറ്റി ക്ലിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ബേബി ഹെയർ ഉള്ളത് കൊണ്ട് ഞാനൊരു മറ്റൊരു വാക്സ് സ്റ്റിക്ക് ഉണ്ടല്ലോ, ഈ സാധനം ഇത് വെച്ചിട്ട് ഇതൊന്ന് ബേബി ഹെയറിനോട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ മുടി സെറ്റ് ആയിട്ടിരിക്കും കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം. കണ്ടോ, നിങ്ങൾക്ക് ആ ലുക്ക് കാണുമ്പോഴേ അറിയാം, നല്ല നല്ല സെറ്റ് ആയിട്ടിരിക്കും മുടി. പിന്നെ നോസ് റിങ് ഇടുക. ഈ അതിഥി ഈ ഒരു ലുക്കിനകത്ത് വലിയൊരു നോസ് റിങ് ഇടുന്നുണ്ട്, അതുപോലത്തെ ഒരു നോസ് റിങ് ഇടുക. പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് തട്ടൻ ഇടുക. അങ്ങനെ ലുക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയത്, ഞാൻ ഹാപ്പി ആയിരുന്നു കേട്ടോ. എന്തോ എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിന്റെ സെയിം
സോ കോപ്പി അല്ലെങ്കിൽ പോലും ഏകദേശം ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ലുക്ക് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേയ്സ് വീഡിയോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പരിധി വരെ എനിക്ക് എന്താ പറയണ്ടേ, ഒരു വാക്ക് കിട്ടുന്നില്ല, ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ലുക്കിനെ. ഞാൻ ശരിക്കും എവിടെ എത്തുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, എവിടെ എത്തുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, വന്നത് എന്താണെന്നുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് റിസൾട്ട്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ശരിക്കും 2-3 വർഷമായിട്ട് കാത്തിരുന്ന് അവസാനം ചെയ്തതാണ്. ഐ ഹോപ്പ് യു ഓൾ ലവ് ദ വീഡിയോ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏകദേശം അതിൻ്റെ അടുത്തോടെങ്കിലും പോകാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു മേക്കപ്പിൽ. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാം സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.